നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ തന്തവൈബിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വൈബ് തന്തയെ ഒരു വൈബ് തന്തയെ ഞാൻ കാണാനായിട്ട് സാധിച്ചു. അപ്പോ അധികം സമയം നമ്മൾ ചെലവാക്കുന്നില്ല. എവിടെയാണ് അടുക്കള? അടുക്കള അന്വേഷിച്ചു വന്നതാണോ? കഴിക്കാൻ. നേരിട്ട് അടുക്കളയിലേക്ക് പോവാം. സാധാരണയായി ക്രിസ്മസിന് ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെയാണ് മൂവി വേൾഡ് ഇങ്ങനെ സെലിബ്രിറ്റി വീടുകളിലേക്കൊക്കെ പോവാറ്. അവരെ കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ വെപ്പിച്ച് വെറൈറ്റി ആയിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ രാത്രിയാണ്, ഡിന്നർ കഴിക്കാനാണ് എത്തിയിട്ടുള്ളത്. നിധ പ്രോബി ദമ്പതിമാരുടെ വീട്ടിലേക്ക്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർ, നമസ്കാരം. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ വരുന്ന ഈ അറ്റൻഷൻ ഉണ്ടല്ലോ യൂട്യൂബിൽ നിന്ന്. നമ്മുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് വൈറലായപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര എൻക്വയറി ആണ് ആ ഒരു ഇന്റർവ്യൂവിനെ ചുറ്റിപ്പറ്റി. അപ്പം ഈ ഇന്റർവ്യൂവിലൂടെ ഫേമസ് ആയിട്ടുള്ള വൈബ് തന്തയും വൈബ് പിള്ളേരെയും പിടിക്കാം. നമസ്കാരം. ഈ വൈബ് തന്ത എന്നുള്ളൊരു സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് ഇവന്റെ തന്ത, ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് അങ്ങനത്തെ കിരീടങ്ങൾ ഇഷ്ടമല്ല. ഞാനൊരു എളിമയുള്ള സാധു. കിരീടങ്ങൾ ഇഷ്ടപ്പെടാത്ത രാജാവാണോ? കിരീടങ്ങൾ ഇഷ്ടപ്പെടാത്ത രാജാവാണ്. അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ല. എല്ലാ മോഹം തീർന്നു 20 കൊല്ലം മുമ്പ്. തല്ലി ഒടിച്ചു. ഒടിഞ്ഞു? പിന്നെ ചിറകൊടിഞ്ഞ 3 പക്ഷികൾ. ക്രിസ്മസ് ആയിട്ട് ഒരു ആഘോഷ മൂഡിലേക്ക് നിങ്ങളൊക്കെ ഗസ്റ്റ് ആയിട്ടുണ്ടല്ലോ. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കണത് ഇതെങ്ങനെയാണ് ഇത്രയും സാധാരണ മാളിലൊക്കെ ആണല്ലോ ഓരോരോ സീസണില് വീട് ഓരോരോ തീമില് മാറി. ഇപ്പൊ ഓണാണെങ്കിൽ എവിടെ നോക്കിയാലും പൂവും മാവേലിയും. പക്ഷെ ഈ ക്രിസ്മസിന് ഇവിടെ എല്ലാ സ്ഥലത്തും പപ്പാഞ്ഞിയും സ്റ്റാറും. അതെങ്ങനെ സാധിക്കുന്നു? അത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആ രക്തത്തിൽ അവർക്ക് പങ്കില്ല. എന്റെ പണി. കൈ കഴുകാൻ പോയാൽ അവിടെ ഒരു പപ്പാഞ്ഞി, കേറി വരുന്ന സമയത്ത് അവിടെ ഒരു പപ്പാഞ്ഞി, ഇവിടെ ഒരു പപ്പാഞ്ഞി. അതെ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാണ് ഞങ്ങൾക്ക്. കുറച്ച് സന്തോഷം കൂടുതലുള്ളത്. സാധാരണ ആഘോഷങ്ങളൊക്കെ സന്തോഷമാണ്, പക്ഷെ ക്രിസ്മസ് കുറച്ച് കൂടുതൽ സന്തോഷമുള്ള സമയമാണ്. എന്ത് പറ്റി? പ്രത്യേക കാരണം അതെന്ത് പറ്റിയെന്ന് ചോദിക്കണം. ആ പുള്ളി ജനിച്ച കാരണം കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇല്ല, ഞങ്ങള് ക്രിസ്ത്യാനികളാണല്ലോ, അതുകൊണ്ടൊരു സന്തോഷം. മനസ്സിലായി. അല്ല, ഞങ്ങള് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ സ്റ്റോറിയും എല്ലാം അറിയാം. നമുക്ക് ആ ഒരു ക്രിസ്മസ് സീസൺ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മൂഡുണ്ട് ആ ക്രിസ്മസിന്റെ. അപ്പൊ ഞാൻ ഈ വീട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഫാമിലിയില് ഇപ്പൊ നമ്മൾ നിറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കടയിലേക്ക് കയറുന്നതും, വെറുതെ ഒരു ഡെക്കറേഷനും ഇല്ല, ക്രിസ്മസിന്റെ ഒരു സാധനങ്ങളും ഇല്ല, ഒരു ലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കയറുന്നത് നമുക്ക് എന്റെ പൈപ്പേടയാണോ? എന്റെ പൈപ്പേടയിലേക്ക് കമ്പി കടയിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ഫീൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് 2 കടയിലേക്കും കയറുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ലെവല് വേറെ. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ലെവല്, അതേ ഒരു ലെവല് നമുക്ക് വീട്ടിലൊരു അറ്റ്മോസ്ഫിയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോ കാണുമ്പോ ഇവർക്കൊരു സന്തോഷം. ഓണത്തിന് ഇവിടെ നിറച്ച് പൂക്കളായിരിക്കും. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണണം ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ചോദിക്കുന്ന ഒരാളെ. ഓണത്തിന്റെ തീമായിരിക്കും ഉണ്ടാവും. പക്ഷേ സ്പെഷ്യൽ സന്തോഷം സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ക്രിസ്മസിന് എല്ലാ കൊല്ലവും ക്രിസ്മസിന് ഇതൊക്കെ നിതയുടെ പരിപാടികളാണ്. ഈ സാധനങ്ങളൊക്കെ തൂക്കുക. അത് തൂക്കി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആനന്ദം മനസ്സിൽ. അവര് 3 പേര് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. ഒന്നുമില്ല, മക്കള് ഞങ്ങളൊക്കെ ക്രിയേറ്റീവ് ആളുകളാണ്. അവര് സ്റ്റാർ ഇടും എല്ലാത്തിനും. ഞങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും. ഇത്രയും സൈലന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഞാൻ ആദ്യമായിട്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇത് ടീം എ, ഇത് മൊത്തം ടീം ബി. അയ്യോ, അത്രയും പേര് ടീം ബിയിലോ? ഞാൻ ഒറ്റയ്ക്ക്. അവര് 3 പേരെ ഞാൻ ഒരുമിച്ചല്ലാത്ത കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിലും ഇവിടെ വീട്ടിലും അങ്ങനെ തന്നെയാ. ഇവിടെ യുദ്ധം ഉണ്ടാകുമ്പോ ഞാൻ ഒറ്റയ്ക്കാ, അപ്പുറത്തെ സൈഡിൽ 3 പേരും. എന്തിന്റെ കാര്യത്തിലൊക്കെ പ്രധാനമായിട്ട് യുദ്ധം ഉണ്ടാവുന്നത്? പോർച്ചുഗൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, പിന്നെ ഇസ്രായേൽ അമേരിക്ക പ്രശ്നങ്ങൾ, പിന്നെ റഷ്യ ലിബിയയില് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളാണ് സാറിന് കുടുംബങ്ങളുടെ പ്രശ്നം ഉണ്ടാവണേ. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയൊരു കാര്യം പറയാമോ?
ഒരു കാര്യോ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൂത്ത ആള് ഹോസ്റ്റലിലാണ്. ആ. അപ്പൊ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അവന് മാറണം, ഓക്കെ. പുറത്ത് വേറെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം. ആ ആ എനിക്ക് അവൻ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കണമെന്നാണ്. അപ്പനും മക്കൾക്കും അപ്പുറത്തേക്ക് മാറണമെന്നാണ്. ചേട്ടൻ പറയുന്നത് അടുത്തൊരു തീരുമാനം ഉണ്ടാക്കാനോ നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറയും പോവരുതെന്ന്, അവര് പറയും പോയ എന്താ കുഴപ്പം, ആ ആ ആ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. കാര്യങ്ങളൊക്കെ ചേട്ടൻ പറ. അതിപ്പോ ഈ ഒരു വീടൊക്കെ എടുത്ത് താമസിക്കും. അതെ അത് തന്നെ അവൻ പറയണേ. അതെ, അത് നല്ലൊരു കാര്യം അത്. അപ്പൊ എന്താ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കണ നല്ല കാര്യമല്ലേ? അതും വളരെ നല്ല കാര്യമാണ്. ഒരു മാസത്തിൽ 15 ദിവസം കോളേജ് ഹോസ്റ്റലിൽ നിൽക്കും, 15 ദിവസം വീട് എടുത്ത്. എന്റെ പ്രശ്നമൊന്നുമല്ല. ആ. ഞാൻ മെയിനായിട്ട് പ്രശ്നം ഉണ്ടാവണത് ഞാൻ ഒരു ഉമ്മ വയ്ക്കുമ്പോ തരില്ല. അയ്യേ, അല്ല അതല്ല, അയ്യേ അങ്ങനല്ല. ഞാൻ പുള്ളിക്കോടല്ലാണ്ട് പിന്നെ ആരുടെ ചോദിക്കണേ? ശരിയാണ്. അയ്യേ. അതിന്റെ പേരിലൊക്കെ അല്ലേ പിന്നെ അല്ല, ഞാനത് വന്ന കാര്യം ഞാൻ പറയാൻ പറ്റൂ. ഇതാ ഞാൻ പറഞ്ഞതിനേക്കാളും ഭേദം മറ്റേ പ്രശ്നം തന്നെയല്ലേ? അമേരിക്ക, ഇസ്രായേൽ ഓക്കെ. അപ്പൊ ഇത് ടീം എ, ടീം ബി. പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും, പെട്ടെന്ന് ഉത്തരങ്ങൾ പറയണം. കപ്പേന്ന് യേശുക്രിസ്തുവിനെ മാമോദീസ മുക്കിയത് ആര്? ആരാ? വേഗം പറ. പറ, ടീം ഏത് ടീം? നിങ്ങൾക്ക് ഞാൻ പറയാം. അല്ല സ്നാപക യോഹന്നാൻ. പറയട്ടെ, അത് പറയാൻ പോയതല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു. അടുത്തത് ക്രിസ്മസ് ട്രീ ഒറിജിനേറ്റ് ചെയ്ത രാജ്യം? സ്കോട്ട്ലൻഡ്. പോർച്ചുഗൽ. ഇനി ഓരോന്നോരോന്ന് പറ. എന്നാ സ്പെയിൻ. ഫുട്ബോൾ കളിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ബ്രസീൽ. പോളണ്ട്. അടുത്തെത്തി. എവിടെയാ ബ്രോമി? അവക്ക് എടുന്നൂരായിരിക്കും അടുത്തത്. പോളണ്ടിന്റെ അടുത്തെത്തി അങ്കമാലി, ആലുവ. ഞങ്ങൾ അടിയറു വെച്ചു. മുള്ളറൊക്കെ ഉള്ള ഫുട്ബോളർ, മുള്ളറൊക്കെ ഉണ്ടായിരുന്ന. പുള്ളിക്ക് എന്നെ സംശയമായിട്ടോ ദൈവമേ ഇത് പണി പാളിയോന്ന്. അല്ലല്ല, വെളുത്ത ജേഴ്സി ഉള്ള ഫുട്ബോൾ. ഇംഗ്ലണ്ടാണോ? വെളുത്ത ജേഴ്സി ഇംഗ്ലണ്ടിന്റെ ആണ്. അല്ല, വെളുത്തും ഇതും കറുത്തതും പിന്നെ ഇച്ചിരി ചൊമ്പയും മഞ്ഞയും. ജിയിൽ തുടങ്ങുന്ന രാജ്യം? ഗ്രീസ്. ആ, ജർമ്മനി. ഓ, ജർമ്മനി. രാജ്യം ഞാൻ മറന്നു. ജിയിൽ ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീകൾ. അല്ല, ഗ്രീസ്. ഏറ്റവും അധികം ക്രിസ്മസ് ട്രീകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം? ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ട്രീകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം? ഇതെന്താ എനിക്ക് മനസ്സിലാവാത്തൊരു, ഇതെന്താ ജിക്കാടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് തുടങ്ങണല്ലോ. പറ. ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കാർഡോ ക്രിസ്മസ് ട്രീ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം? അല്ല, വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ജിക്കയില് കുറച്ച്. ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ്? ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ചൈന. റഷ്യ. റഷ്യ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ചൈനയാ. റഷ്യയാണ് ചൈനയുടെ ഇടയില്. ചൈനയാണ് ഏറ്റവും വലുത്. ഇന്ത്യ. സംഖ്യയില് അതിന്റെ ഇടയില് കാനഡ. ഓ, ആരടാ? കാനഡ. എന്നാ ലാസ്റ്റ് ചോദ്യത്തോടുകൂടി ഞാനിത് എൻഡ് ചെയ്യാണ്. വേഗം നിർത്തിക്കോ. ബത്ലഹേമിൽ ഉണ്ണിയേശു ഉണ്ടായിട്ട് ആദ്യം ഉണ്ണിയേശുവിനെ കാണുന്നത് ആരാണ്? അവൻ കാലിത്തൊഴുത്തുന്നൊക്കെ അവൻ കേട്ടോ. അതല്ല, പശു അല്ലാതെ പശുവിന് രേഷം. മാതാവും യോസപിതാവും അത് അവരുടെ അച്ഛനും അമ്മയല്ല, അതല്ലാതെ 3 രാജാക്കന്മാരാണോ മറ്റേ? അല്ല, അവരുടെ ഇടയില്. അതൊക്കെ മോശമല്ല. അവരുടെ ഇടയിലൊക്കെ എന്തൊട്ട് വൃത്തിയാണ്. അല്ല, അതെനിക്ക് മറ്റേ ആ വീട് എന്നവിടെ വീട് വാടകയ്ക്ക് കൊടുത്തേ. ബ്രോക്കർ. വീട് വാടക അല്ല, ആ വീടിന്റെ ഓണർ. അപ്പൊ തൊഴുത്ത് അവരുടെ തൊഴുത്തിലല്ലോ ഇടയന്മാർ. പുള്ളി ഉദ്ദേശിച്ച ഇടയിൽ നിന്ന് അല്ലല്ല, ഇടയന്മാർ. ഉദ്ദേശിച്ചേ